അല്ലടാ ചന്തു, അടി കൊള്ളൂന്ന് അറിയുമ്പോ അറിയാതെ കൈ എടുത്തു പോകുന്നതാ. കുട്ടികൃഷ്ണൻ ചേട്ടന്റെ അഭ്യാസം ഇവിടെ വേണ്ട. ഇത് 6ാമത്തെ തവണയാ കൈ മാറ്റുന്ന. ഇനി മാറ്റൂല. കൈ മാറ്റില്ല, പക്ഷേ ചേട്ടൻ കാല് മാറും. പിടിക്കട കയ്യ. അടിക്കടാ. അതൊക്കെ എനിക്ക് ജോലിക്ക് ഒരുപാട് അപേക്ഷ അയക്കാനുള്ളതാ. അടിക്കടാ. ഇതെന്തിനറിയോ? കാലത്ത് കളിക്കാൻ വരാമെന്ന് പറഞ്ഞ് മുങ്ങിയതിന്. ഇതെന്തിനറിയോ? കളിച്ചോണ്ടിരിക്കുമ്പോ പുറകെന്ന് വിളിച്ച് എന്റെ മുട്ടിന് അടി കൊള്ളിച്ചതിന്. എനിക്കിത് കിട്ടണോടാ. കിട്ടിയല്ലോ. ഇനി കാര്യം പറ. നിനക്കൊരു കത്ത് വന്നിട്ടുണ്ട് ബോംബെന്ന്. ബോംബെന്നോ? അമ്പുജാക്ഷ തമാശ എന്റെ അടുത്ത് വേണ്ട. തമാശല്ല, നിന്റെ മറുപടി നന്ദിനിക്കുട്ടിയെ പറഞ്ഞത് നിന്നോട് വന്ന് പറയാം. ഈശ്വര, ഇന്റർവ്യൂവിനുള്ള മെമ്മോ ആയിരിക്കും. അമ്മേ മഹാമായ ദേവി ഭഗവതി. എവിടെയാ കത്ത്? ഇങ്ങെടുക്ക. കത്തോ? ഏത് കത്ത്? നന്ദിനിക്കുട്ടി, കളിച്ചേക്കാൻ നേരമില്ല. ആ കത്ത് ഇങ്ങെടുക്ക. ഈ കുട്ടികൃഷ്ണൻ ചേട്ടൻ എന്ത് പറ്റി? നീ പറഞ്ഞാണല്ലോ അമ്പുജാക്ഷം വന്ന് പറഞ്ഞത് ബോംബെന്ന് എനിക്കൊരു കത്ത് വന്നിട്ടുണ്ടെന്ന്. ഓ അതോ? അതിന് എന്റെ മേക്കിട്ട് കയറുന്ന എന്തിനാ? അമ്മയുടെ കയ്യിലുണ്ട്, പോയി ചോദിക്കേ. എന്താ കത്തിൽ ഇത്ര വിശേഷിച്ച്? അത് കത്ത് കൈ കിട്ടിയാലേ വേറെ അറിയാൻ പറ്റൂ. എനിക്കറിയാം എന്താണെന്ന്. എന്താ? കുട്ടികൃഷ്ണൻ ചേട്ടനെ പട്ടാളത്തിലെടുത്തു. പട്ടാളത്തിലെടുത്തത് നിന്റെ അച്ഛൻ കക്കാട്ട് രാമപിള്ളെ. അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. വിളിച്ചോണ്ട് പോയി സാധനത്തിന്. ഇങ്ങോട്ട് പാടി. ഓ വലിയ ഗമയായിപ്പോയി. കത്ത് അനന്തൻ നമ്പ്യാരുടെ. കുട്ടിക്കാലം തൊട്ടേ കേൾക്കാൻ തുടങ്ങിയതാ. കിഴക്കന്തറയിലെ കുട്ടിക്കൃഷ്ണൻ തന്തയ്ക്ക് പിറക്കാത്തവനാണെന്ന് നാട്ടുകാർ പറയുന്നു. അന്നൊക്കെ കൊതിയുണ്ടായിരുന്നു ഒന്ന് കാണാൻ. ചോദിക്കുമ്പോഴൊക്കെ ഈ കണ്ണീരായിരുന്നില്ലേ അമ്മയുടെ മറുപടി? ഇല്ലമ്മേ, ഞാൻ പോയില്ല. ഇത്രയും വർഷമായിട്ടും എന്റെ അമ്മയെ തിരിഞ്ഞു നോക്കാത്ത അച്ഛനെ എനിക്കും കാണണ്ട. ആരുടെ ഭാഗത്ത് ശരിയെന്ന് അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല. എന്നോട് ചെയ്ത തെറ്റിന് അച്ഛനോട് നീ പകരം വീട്ടരുത്. അമ്മേ, ഞാൻ പറയുന്നത് വേണ്ട. എതിരൊന്നും പറയരുത്. എന്റെ മുമ്പ് പോണം, അച്ഛനെ കാണണം. ചെയ്തതൊക്കെ തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടാവും. അതിന്റെ പ്രായശ്ചിത്തം ഈ കത്ത്. എന്നാ പിന്നെ എന്താ അമ്മയെ കാണണമെന്ന് തോന്നാത്തത്? മനസ്സൊന്നും മാറിയിട്ടില്ല, വാശിയുണ്ട് ഇപ്പോഴും. അതൊന്നും നീ ചിന്തിക്കണ്ട. എത്രയായാലും നിന്റെ അച്ഛനല്ലേ. നീ പോണം. പോയില്ലെങ്കിൽ ഇങ്ങനൊരു അമ്മ നിനക്കുണ്ടാവില്ല. ആദ്യമായിട്ടല്ലേ ഇത്രയും ദൂരെ. പോയാ പിന്നെ ഞങ്ങളെയൊക്കെ മറക്കുവോ? പിന്നില്ലാണ്ട്. ഇനിയിപ്പോ ആർക്ക് വേണം ഈ പട്ടിക്കാട്ട് പെണ്ണിനെയൊക്കെ? എടി മണ്ടി, ഞാൻ ബോംബെക്കൊന്നും അല്ല പോകുന്നത്. അച്ഛൻ പുതുതായി വാങ്ങിയ ഒരു ബംഗ്ലാവ് ഉണ്ട് കൊച്ചിയിൽ. അങ്ങോട്ട് ചെല്ലാനാ എഴുതിയിരിക്കുന്നത്. വൈകിട്ട് പുറപ്പെട്ട എപ്പോഴാ എത്തുക? നാളെ രാവിലെ. എത്തിയാലുടൻ ഞാൻ പോസ്റ്റ് ഓഫീസിലേക്ക് വിളിക്കാം. നീ കാത്തു നിൽക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബംഗ്ലാവിലേക്ക് വിളിക്കണം. ഫോൺ നമ്പരും വിലാസവും ഒക്കെ കത്തിലുണ്ട്. നീ വീട്ടിലേക്കല്ലേ? നടന്നോ, ഞാൻ അമ്പുജാക്ഷനെ ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടില്ലേ, ഈ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വെച്ച നേരമില്ലല്ലോ. പോയാലും ഞാനിങ്ങ് തിരിച്ചു വരില്ലേ? പോയിട്ടോ? അറിയാലോ, ഞാൻ പോയാൽ അമ്മയ്ക്ക് കൂട്ടി നീയേ ഉള്ളൂ. എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവണം. നിന്നോടും കൂടിയാ പറയണേ. പറഞ്ഞില്ലല്ലേ, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം.
സംസാരിച്ചെന്നാ വണ്ടി അങ്ങ് പോകും. ബാഗ് സൂക്ഷിച്ചോണേ. അതൊക്കെ സൂക്ഷിച്ചോളാം. ദേ ഇതിൽ എന്റെ അഡ്രസ് ഞാൻ എഴുതിയിട്ടുണ്ട്. വരട്ടെ. വരട്ടെടാ. അച്ഛനെ കാണുമ്പോ മോൻ പറയണം, മനസ്സുകൊണ്ട് പോലെ ഈ അമ്മ അച്ഛനെ വെറുത്തിട്ടില്ലെന്ന്. അല്ല, എന്താ വൈകിയത്? ഫ്ലൈറ്റ് വന്നിട്ട് മണിക്കൂർ ഒന്നായി, പക്ഷെ ആളെ കാണണ്ടേ? എന്താ ഒരു സെക്യൂരിറ്റി പ്രോബ്ലം? ഓ, ഓപ്പൺ ആയിട്ട് പറഞ്ഞാ ഞങ്ങൾ അങ്ങോട്ട് ഭയന്നു പോയി. അല്ല, വഴിയിൽ വല്ല വിഷമോ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഇപ്പൊ ഇങ്ങനെയുണ്ട് യാത്രാക്ഷീണം ഓ. അതില്ലാണ്ടിരിക്കുവോ? ഓ ഓ സാർ, ബംഗ്ലാവ് എത്തി. സാർ, കേശവ കൈമൾ. നമസ്കാരം. തിരക്കെടുക്കും മുമ്പേ ബംഗ്ലാവും ഫാക്ടറിയും കാണാൻ വേണ്ടി ഒരിക്കൽ ഇവിടെ വന്നിരുന്നു എന്ന് സായിപ്പ് പറയണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാനിവിടെ ഇല്ലായിരുന്നു. പതുക്കെ പതുക്കെ. ഓ, കേണൽ സാഹിബിന്റെ കാലം തൊട്ട് തുടങ്ങിയതാ ഞാനിതിന്റെ മേൽനോട്ടം. ആഹാ. ഓ ഓ, ബോംബെയിൽ ഏതോ ഒരു അനന്തൻ നമ്പ്യാരി ഈ ബംഗ്ലാവ് എടുക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോ ഞാൻ കരുതിയതാ തുണിമണികളൊക്കെ എടുത്ത് ഞാൻ ഇവിടുന്ന് പോകേണ്ടി വരും. ഓപ്പൺ ആയിട്ട് പറഞ്ഞ സായിപ്പ് ഇവിടെ തന്നെ നിന്നോളം പറഞ്ഞപ്പോഴാ മനസ്സ് സമാധാനമായത്. അല്ല, ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടി ഇവിടെ ഉണ്ടാവുമോ? എത്രയും പെട്ടെന്ന് ചികിത്സയ്ക്കായിട്ട് ഓ. അമേരിക്കയിലേക്ക് കൊണ്ടുപോകണം. ആ, അവിടെയാകുമ്പോൾ ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുമെന്നാ ഡോക്ടർമാര് പറയുന്നത്. അതിന്റെ ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. പക്ഷെ നമ്പ്യാർ സാർ സമ്മതിക്കണ്ടേ? ഓ, ഓ. പോകുന്നതിന് മുമ്പ് ബംഗ്ലാവിലേക്ക് വരണമെന്നൊരൊറ്റ വാശിയാ. എങ്കിൽ പിന്നെ ആകട്ടെ എന്ന് ഞാനും കരുതി. അല്ല, ഏതൊരു മകനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ, ഇങ്ങോട്ട് വരുന്നുണ്ടോ ആവോ? അതൊരു പഴയ കഥ. ആ. പണ്ടെങ്ങാണ്ട് ഉണ്ടായ ഒരു അവിഹിതബന്ധത്തിലെ കുട്ടിയാ. ഏ? 10-25 കൊല്ലമായി ഒരു ബന്ധവുമില്ലായിരുന്നു. ഇപ്പോ കിടപ്പിലായപ്പോഴാ തോന്നലുണ്ടായത്, ചെറുക്കനെ ഒന്ന് കാണണമെന്ന്. ഓ, 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 ഓ. ഇത്രയും കാലം തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. ഉം. ഇനി അവൻ വരുവോ ആവോ? അവൻ വരുത്തൊന്നുമില്ലെന്നേ. ആ.